A student adds a small piece of magnesium ribbon to a test tube containing dilute hydrochloric acid. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ എന്താണുള്ളത്? മെഗ്നീഷ്യം റിബൺ ആണുള്ളത്. അത് എങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്? മെഗ്നീഷ്യം റിബണിനെ ഹൈഡ്രോക്ലോറിക് ആസിഡിലോട്ട് ആഡ് ചെയ്യുകയാണ്. സോ ദേ ഒബ്സർവ് വിഗറസ് ബബ്ലിംഗ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ബബ്ലിംഗ് അതായത് എഫർവെസൻസ് അല്ലെങ്കിൽ ബബ്ലിംഗ്, ഈ ബബ്ലിംഗ് അവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോട്ടീസ് ദ ടെസ്റ്റ് ട്യൂബ് ഗെറ്റിംഗ് വാം, ടെസ്റ്റ് ട്യൂബ് വാം ആവുന്നത് നോട്ടീസ് ചെയ്യുന്നു. സോ എഫർവെസൻസിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിലീസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഹീറ്റ് വരാൻ കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഹീറ്റ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എഫർവെസൻസിന്റെ കാരണം, ബബ്ലിങ്ങിന്റെ കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസിന്റെ റിലീസ് ആണ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തത്? ഇതെന്ന് പറയുന്നത് മെഗ്നീഷ്യം എന്ന് പറയുന്നത് മെറ്റലാണ്. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. HCl എന്ന് പറയുന്നത് ആസിഡ് ആണ്. മെറ്റലും ആസിഡും കൂടി ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോൾട്ടും റിലീസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസുമാണ്. സോ ഈ റിയാക്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. ഇനി ഇത് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ എന്ത് റിയാക്ഷനാണ് നടന്നത്? ഈ മെഗ്നീഷ്യവും ഹൈഡ്രജൻ ക്ലോറൈഡും കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡും പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് റിലീസും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നടന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏത് റിയാക്ഷനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നും പറയാം. സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്? ആരാണ് ആർക്ക് പകരം വന്നതെന്ന് നോക്കാം. ഇവിടെ മെഗ്നീഷ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ മെഗ്നീഷ്യം ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നുണ്ട് അവിടെ. സോ ഹൈഡ്രജൻ അവിടെ നിന്ന് മാറുന്നു, അവിടെ ആര് കയറി ഇരിക്കുന്നു? മെഗ്നീഷ്യം കയറി വരുന്നു. സോ അവിടെ അതുകൊണ്ടാണ് അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഒന്നുമില്ല. ഇവിടെ എത്ര ക്ലോറിനാണ് ഉള്ളത്? 2 ക്ലോറിനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 ഹൈഡ്രജനാണ് ഉള്ളത്. സോ എന്ത് ചെയ്യുക? ഈ HClന്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്താൽ മതി. ഇതാ HClന്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 2 മോളിക്യൂൾസ് ഇവിടെ വരുന്നുണ്ട്. കാര്യം ക്ലോറിൻ എത്ര ഉണ്ട്? 2 ഉണ്ട്. ഹൈഡ്രജനും 2 ഉണ്ട്. സോ ഇത് 2 HCl ആവുന്നു. അങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്ന റിയാക്ഷൻ. ഹൗ കുഡ് ദ സ്റ്റുഡന്റ് ടെസ്റ്റ് ദ ഗ്യാസ് ബീങ് ഇവോൾവ് ടു കൺഫേം ഇറ്റ്സ് ഐഡന്റിറ്റി? പുറത്തോട്ട് വരുന്ന ഗ്യാസ് ഏതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, അതിന്റെ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം? എന്ത് ടെസ്റ്റ് ചെയ്യാം? നമുക്ക് പോപ്പ് ടെസ്റ്റ് ചെയ്യാം. എന്താണ് പോപ്പ് ടെസ്റ്റ്? അത് ഹൈഡ്രജൻ ഗ്യാസ് ആണോ പുറത്ത് റിലീസ് ആവുന്നത് എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു മാച്ചിക് വല്ലതും കത്തിച്ചിട്ട് അതിനെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് ഏരിയയിലോട്ട് ജസ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ഒരു പോപ്പ് സൗണ്ട്, അതായത് ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും ടെസ്റ്റ് ട്യൂബിന് പുറത്ത് റിലീസ് ആവുന്ന ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും. ആ സൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ആണെന്ന് പറയാം.